കോഴിക്കോട് പെരിങ്ങോളത്തെ അമ്മയ കലാസാംസ്കാരിക വേദിയിലെ കുട്ടികൾ ഈ വിഷുക്കാലത്തും പതിവ് തെറ്റിക്കാതെ കണിവെള്ളരി വിളവെടുത്തു. തുടർച്ചയായ 8ാം വർഷമാണ് LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ വെള്ളരി കൃഷി ചെയ്തത്. പ്രദേശത്തെ കർഷകനായ അനീഷാണ് കുട്ടികൾക്ക് വേണ്ട കാർഷിക പാഠങ്ങൾ പകർന്നു നൽകുന്നത്. അവധിക്കാലമായാൽ പെരിങ്ങോളം അമേയ കലാ സാംസ്കാരിക വേദിയിലെ കുട്ടികൾക്ക് വെറുതെ ഇരിക്കാൻ നേരമുണ്ടാവില്ല. ക്ലാസ്സിലെ പാഠങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കൃഷിപ്പാടമാണ്. പ്രദേശത്തെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും പെരിങ്ങോളം അങ്ങാടിയോട് ചേർന്നുള്ള കോയിമ്പള്ളി പാടത്തിറങ്ങും. തുടർച്ചയായ 8ാം വർഷവും കുട്ടികളുടെ പരിചരണത്തിൽ സ്വർണ്ണത്തിളക്കമുള്ള ചേലൊത്ത കണിവെള്ളരികൾ വിളഞ്ഞു. കർഷകനായ അനീഷാണ് കുട്ടികൾക്ക് വേണ്ട കാർഷിക പാഠങ്ങൾ പകർന്നു നൽകുന്നത്. തൈ മുളപ്പിച്ചിട്ടാണ് നടുന്ന സാഹചര്യം ഉണ്ടാവല്. അപ്പം തൈ നഷ്ടപ്പെട്ടു പോകാതിരിക്കും. അതെല്ലാം കുട്ടികൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യും. അതിൻ്റെ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ചെടി വളരുന്നതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഈ സംഘത്തിൽ. തൈ നടുന്നതും വെള്ളവും വളവും ഇട്ട് പരിചരിക്കുന്നതും കുട്ടികൾ തന്നെ. പ്രദേശത്തെ മറ്റു കർഷകരും കുട്ടികളുടെ കാർഷിക മികവിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ഞങ്ങളിതൊക്കെ സ്കൂളിൽ പോയി പറയുമ്പം അവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് ഇതൊക്കെ കേൾക്കാൻ. ഇപ്പൊ ഞങ്ങളെ കൂടെ ഇവിടെ വന്ന് ചേർന്നൊക്കെ കുറെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഒഴിവ് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങള് ചെയ്ത കൃഷിയൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. വിഷു അടുത്തതോടെ കണിവെള്ളരി വിളവെടുക്കാനായി. ഉത്സവാഘോഷങ്ങളോടെയാണ് വിളവെടുപ്പ്. അമേയ കലാവേദിയിലെ മറ്റംഗങ്ങളും കുട്ടികളും ചേർന്നാണ് കണിവെള്ളരികൾ വിളവെടുക്കുന്നതും തുടച്ചുമിനുക്കി വൃത്തിയാക്കുന്നതും. വിളവെടുത്ത കണിവെള്ളരികൾ തോട്ടത്തിലെത്തി വാങ്ങാനും ഏറെ പേരുണ്ട്. കോഴിക്കോട്ടെ വിപണിയിലേക്കും കണിവെള്ളരികൾ എത്തിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.